Hello friends, welcome to your channel. അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ JBL ന്റെ ഒരു TWS ആണ് വിത്ത് സ്മാർട്ട് കേസ്. അതായത് നമുക്ക് ഡിസ്പ്ലേ ഒക്കെ വരുന്ന ഒരു ഇതിന്റെ പേര് വരുന്നത് ലൈവ് ബീം 3 എന്നാണ്. ഇതിന്റെ ലൈവ് എന്ന് പറഞ്ഞ വെർഷൻ മൂന്നെണ്ണം ഉണ്ട്. ബീം 3 ഉണ്ട്, പിന്നെ ഫ്ലിപ്പ് 3 ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ബീം 3 തന്നെയാണ്. അതിന്റെ ശരിക്കും അതിന്റെ MRP ഒക്കെ 25,000 രൂപയ്ക്കാണ് MRP. പക്ഷേ അതിന്റെ സെല്ലിംഗ് പ്രൈസ് 15,000 രൂപയ്ക്ക്. നിങ്ങൾക്ക് ഷോപ്പിൽ ഓഫ്ലൈനിലൊക്കെ പോയി എടുക്കുകയാണെങ്കിൽ 15,000 രൂപ വരും. നമുക്ക് ആമസോണിലൊക്കെ എടുക്കുമ്പോൾ 12,999 ആണ്. പക്ഷെ നമുക്ക് ആക്സിസ് കാർഡിനും അതുപോലെ തന്നെ HDFC കാർഡിന് അതുപോലെ തന്നെ ICICI ബാങ്ക് കാർഡിന് ഒക്കെ നമുക്ക് ഒരു 1,500 രൂപ 1,700 ആ റേഞ്ചിലൊക്കെ നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 10 രൂപയുടെ അടുത്ത് നമുക്ക് 10 രൂപയുടെ അടുത്ത് 11 രൂപയുടെ അടുത്ത് നമുക്ക് സാധനം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് JBL ന്റെ ആപ്പ് സപ്പോർട്ട് കിടലുണ്ട്. അതുവരെ ഒരു ആപ്പ് ഉണ്ട് JBL ന്റെ, ഇഷ്ടം പോലെ കസ്റ്റമൈസേഷൻ സംഭവമൊക്കെയാണ്. ഇതിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുവരെ കേസിൽ നമുക്ക് നല്ല എന്താ പറയുക ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ബ്ലൂ കളറാണ്. ഇത് ബ്ലൂ കളർ ഉണ്ട്, പിന്നെ സിൽവർ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, അങ്ങനെ കുറച്ച് കളേഴ്സ് മോഡലുണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ ബോക്സ് ഉണ്ട്. ഇത് പാക്കേജിങ് സീൽഡ് പാക്കേജിംഗ് ആണ്. നമ്മൾ തുറന്നിട്ടൊന്നുമില്ല. JBL നിങ്ങൾക്കറിയാം, JBL ബ്രാൻഡ് ഞാൻ പറയേണ്ട ആവശ്യമില്ല. JBL ബൈ ഹാർമാൻ സാംസങ്ങിൻ്റെ ഒരു സബ് ബ്രാൻഡായിട്ട് വരും നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ ഇതിൽ വയർലെസ് ചാർജിങ് ഫെസിലിറ്റീസ് ഉണ്ട്. IP55 ആണ്. ഇപ്പോൾ ഇതിൻ്റെ എനിക്ക് തോന്നുന്നത് ഒരു സീൽഡ് ആയിരിക്കും. ഞാൻ സീൽ കട്ട് ചെയ്യാം. സീൽഡാണ് ഉണ്ട് അവിടെ. ഞാൻ നിങ്ങൾക്ക് രണ്ട് സീൽ ഇവിടെ കാണാം. അപ്പോൾ അത് പേപ്പർ ഉള്ളിൽ ഫുൾ പേപ്പറാണ്. അവർ പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടില്ല. നല്ല കാര്യം തന്നെയാണ് അത്. ക്വാളിറ്റി ഉണ്ട്, കുഴപ്പമില്ല. ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് അങ്ങനെ വലിച്ചാൽ മതി. ഉള്ളിലും പേപ്പറാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇത് ഒരു ഹാർഡ് പേപ്പർ ഇതിൻ്റെ സംഭവം കഴിഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ കേസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫിനാൻഷ്യലും എക്സ്പീരിയൻസിലാണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ ആർക്കിടെക്ചർ ഫീൽഡൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യാൻ തരാം, മറക്കണ്ട. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ഫസ്റ്റ് തന്നെ ഒരു ബബിൾ റാപ്പിംഗ് എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു ഇത് സീൽഡ് പാക്കിലാണ് ഈ സാധനം മെയിനായിട്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ശരിക്കും അതിൽ നമുക്ക് ടാഗ് ഇടാനുള്ള പോർഷനൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് ടാഗ് കൂടെ കിട്ടുന്നില്ല കേട്ടോ. അതിൽ സെപ്പറേറ്റ് ഒരു ബോക്സ് ആയിട്ട് തന്നേക്കും. എനിക്ക് തോന്നുന്നതിൽ ചാർജിങ് കേബിൾ ആയിരിക്കും, വേറെ സംഭവമൊന്നും ഉണ്ടാവില്ല. ടൈപ്പ് A to ടൈപ്പ് C ആയിരിക്കും ചാർജിങ് കേബിൾ വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ബുക്ക്ലെറ്റ്സും ഒരു അട്ട ബുക്ക്ലെറ്റ്സ് ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ തുറന്നിട്ടുണ്ട്. നമുക്കൊരു അവരുടെ തന്നെ JBL ഒരു ഓറഞ്ച് കളർ സാധനം ടൈപ്പ് C to ടൈപ്പ് A വരുന്ന ഒരു ചാർജിങ് കേബിളും വന്നിട്ടുണ്ട്. പിന്നെ കുറേ ഒരു അട്ട ബുക്ക്ലെറ്റ്, ഇത് നമുക്ക് ആവശ്യമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ബഡിൻ്റെ എക്സ്ട്രാ സംഭവമുണ്ട് കേട്ടോ. അത് ഞാൻ എടുക്കുന്നില്ല. നോർമലി എനിക്കത് ഇൻബിൽഡ് വരുന്ന തന്നെ ഫിറ്റ് ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ സാധനം തുറക്കാം കേട്ടോ. ഇത് എന്താ സംഭവം? ഒരു സീൽഡ് പാക്കേജിങ് ആണ്. ഇതങ്ങനെയാണ് സംഭവം. അപ്പോൾ ഞാൻ ഇത് തുറന്നിട്ടുണ്ട്. അതിൻ്റെ ബഡ് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതാ കണ്ടു, 4 സൈഡിൽ 2 സെറ്റല്ല 3 സെറ്റ് ഇരിക്കുന്നുണ്ട് കണ്ടു. അപ്പോൾ നമുക്ക് തറച്ച് വയ്ക്കാം. ഈ സാധനം കൊള്ളാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനെ JBL കേസ്. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഹാമർ എന്നൊക്കെ പറഞ്ഞ ഒരു കുറേ ഇന്ത്യൻ ബ്രാൻഡുകളുണ്ടല്ലോ, ബോട്ട് പിന്നെ കൂതറ സാധനങ്ങൾ. അവരൊക്കെ ചൈനീസ് ബ്രാൻഡ് എടുത്തിട്ട് ഇറക്കുന്ന കുറേ സാധനങ്ങളാണ്. ഞാൻ അതൊന്നും തീരെ റെക്കമെൻഡ് ഇല്ലാട്ടോ. JBL ഫയർ ബോൾട്ട് അങ്ങനത്തെ കുറേ കൂതറ സാധനങ്ങളുണ്ട്. ഫുള്ള് ചൈനീസ്. ബോട്ട് ഇപ്പോൾ ഒരു 2% 3% അവർ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ബാക്കി എല്ലാം റീബ്രാൻഡാ. ഒരു ചിലവില്ല, ഒരു റിസർച്ചും ഇല്ല, ഒന്നും വേണ്ട. ഫുൾ ലാഭം. കുറേ ക്രിക്കറ്റേഴ്സിനൊക്കെ വെച്ചിട്ട് അവർക്ക് കാശ് കൊടുത്താൽ മതി. അപ്പോൾ ആൾക്കാർ വാങ്ങിച്ചോളും. അതൊക്കെ ചെവിക്കൊക്കെ ഭയങ്കര കേടാ. ഈ ഹൈ ക്വാളിറ്റി സാധനങ്ങൾ വരെ നമ്മുടെ ഈ ഡെയിലി യൂസ് ചെയ്യുന്നത് കംപ്ലൈൻറ്റ്. അപ്പോൾ എന്തിനാ ഈ ലോക്കൽ കൂതറ സാധനമൊക്കെ കുന്നംകുളം മേടുന്നൊക്കെ നിങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇരിക്കും. അതാണ് അവസ്ഥ. അവിടുത്തെ കുന്നംകുളത്തെ സാധനമാണ് ഇവർ റീബ്രാൻഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്കൊരു ടൈപ്പ് C പോർട്ട് വരുന്നുണ്ട്. നമുക്കൊരു പയർ ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. സ്റ്റിക്കർ ഞാൻ മാറ്റി. ഇതിൽ ഫുൾ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്ക്രീനുമേയും അവർ ഒരു ഇതുണ്ട്. അത് ഞാൻ എടുത്തു കേട്ടോ. ഇതിൽ ചാർജ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്കിവിടെ ഞാൻ പറഞ്ഞല്ലോ ടാഗ് ഇടാനുള്ള ഒരു ഇത് വരുന്നുണ്ട്. അത് നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ളത് കണ്ടു. ഇത് നമ്മുടെ സംഭവം. നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്കത് ചാർജിങ് ആവാണ്ടിരിക്കാനുള്ളൊരു ഫ്ലാപ്പ് വെച്ചിട്ടുണ്ടാവില്ല. അത് ഊരിയിട്ട് വേണം ഇതിൽ വെക്കാണ്ട. അപ്പോൾ ഞാൻ അത് ഊരാം. അപ്പോൾ ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ചെറിയൊരു ഹെഫ്റ്റ് ഉണ്ട്. എന്താ വെച്ചാൽ അതിൽ നമുക്ക് ബാറ്ററിയും വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഇത് നമ്മൾ എന്താ പറയുക, ബാറ്ററി ബാക്കപ്പും നല്ല സംഭവമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്കിത് ഓണാക്കണം.
ഇതിൽ ചാർജ് ഇല്ല എന്ന് തോന്നിട്ടാ. ഞാൻ ജസ്റ്റ് കുറച്ചൊന്ന് ചാർജ് ചെയ്യട്ടെ. അപ്പോൾ നമ്മളിത് ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് ചാർജ് ഉണ്ടായിരുന്നു, ഒരു 70% ഉണ്ടായിരുന്നു ചാർജ്. അത് ഓൺ ചെയ്യണമായിരുന്നു. ആ ബട്ടൺ കുറച്ച് പിടിച്ചാൽ മതി, അപ്പോൾ അത് ഓൺ ആയിക്കോളും. അപ്പോൾ നമ്മളിത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ അല്ല പെയർ ചെയ്താൽ മതി. പെയർ ചെയ്യണമെങ്കിൽ നമ്മളിത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ ബ്ലൂടൂത്തിൽ കാണിക്കും. അത് ബ്ലൂടൂത്തിൽ പെയർ കൊടുത്തിട്ട് നമ്മൾ ഈ സോഫ്റ്റ്വെയറിൽ നമ്മുടെ സെലക്ട് ചെയ്താൽ മതി. ലൈവ് ബീം 3 നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇതിൽ കയറുന്നില്ല. നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഞാൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇതിൽ ഫേംവെയർ ഒക്കെ ഉണ്ട്. അപ്പോൾ സ്മാർട്ട് കേസ് ആണല്ലോ, അപ്പോൾ അതിൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മേക്ക് ഷുവർ യുവർ ബഡ്സ് ആർ ക്ലോസ് ടു യുവർ മൊബൈൽ ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ടൈം എടുക്കുമെന്ന് തോന്നുന്നുണ്ട്. 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ അപ്ഡേറ്റ് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വരാം. അപ്പോൾ നമ്മുടെ അപ്ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഡണ്ണ് കൊടുക്കാം. അപ്പോൾ ഇതാണ് അവരുടെ ആപ്പ് കിടിലെന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ അതിൻ്റെ ഇതൊന്ന് ഓട്ടോ ബ്രൈറ്റ്നസ് ഒന്ന് ഓഫ് ചെയ്തില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൂടിക്കൊണ്ടിരിക്കുക. നമുക്കിതിൽ ആംബിയൻ കൺട്രോളും എല്ലാ സംഭവവും ഉണ്ട് കേട്ടോ. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഒരു 15 രൂപയൊക്കെ താഴെ നിങ്ങളൊരു എന്താ പറയുക OnePlus ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ OnePlus ഒരെണ്ണം നമുക്കിപ്പോൾ വരാണ്ട്. ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് അറിയാം OnePlus 13R വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഓഫർ വരെ സംഭവം ഉണ്ട്. നമ്മളവരുടെ ലൈവ് എന്താ പറയുക OnePlus Buds 3 നമുക്ക് വരും. ഇപ്പം നാളെ മറ്റന്നാളായിട്ട് വരും അത്. അപ്പോൾ അതും ഒരു 5000 രൂപയുടെ താഴെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ അതും ബെറ്റർ സാധനം തന്നെയാണ്. അപ്പോൾ ഇത് നമ്മളൊരു 15000 രൂപ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ കിഡിലൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എന്താ ഇനി അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ? അഗെയിൻ ആദ്യം സ്മാർട്ട് കേസിന് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മുടെ ബഡ്സിനായിരുന്നു, ഇപ്പോൾ സ്മാർട്ട് കേസിനും അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, ഇതിൻ്റെ ന്യൂ എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഇതും അപ്ഡേറ്റ് ആവാൻ ടൈം എടുക്കൂട്ടാ, കൊടുക്കണമെന്നില്ല. അപ്പോൾ നമ്മുടെ കേസിൻ്റെ അപ്ഡേറ്റും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളി കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് വലിയ ഭയങ്കര ഹെവി കേസും വെയിറ്റ് ഒന്നും ഇല്ല കേസിന്. അത്യാവശ്യം നോർമലി നമ്മൾ ബാക്കിയുള്ള എന്താ പറയുക ഇയർഫോണിൻ്റെ കേസ് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണെന്ന് മാത്രമല്ല കേട്ടോ. പിന്നെ ഈ TWS എപ്പോഴും ഉപയോഗിക്കാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ചെവിക്ക് കേടാണ്. അതുപോലെ തന്നെ നല്ല ബ്രാൻഡഡ് സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുക. ഈ ലോക്കൽ ചൈനീസ് കൂതറ സാധനങ്ങൾ, ഫയർ ബോൾഡ് അങ്ങനത്തെ കൂതറ സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കാണ്ടിരിക്കുക. ഇതിൽ നമുക്ക് ആംബിയൻ കൺട്രോളും സംഭവമൊക്കെ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. സെറ്റിംഗ്സ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടിയും ബ്രൈറ്റ്നസ് കുറയ്ക്കാം. ഓക്കെ, ഇതാ നിങ്ങൾക്ക് ഇതേപോലെയാണ് കാണുക. ഉണ്ടോ അതിൻ്റെ ബാറ്ററി പെർസെൻറ്റേജും സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ANC ഉണ്ട്, ആംബിയൻ വേവ് ഉണ്ട്. അത് നമുക്കിവിടെ കൺട്രോൾ ഓൺ ആക്കാൻ വേണമെങ്കിൽ കണ്ടു അത് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ സ്മാർട്ട് കേസിൻ്റെ സെറ്റിങ്സ് കാണണമെങ്കിൽ നിങ്ങൾക്ക് അതിവിടെ കാണാം. നിങ്ങൾക്ക് ഇവിടെ ബ്രൈറ്റ്നസ് കൂട്ടണമെങ്കിൽ ബ്രൈറ്റ്നസ് കൂട്ടാം. ഇതാ കണ്ടു അതിൻ്റെ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ്. അതുപോലെ തന്നെ വാൾപേപ്പർ മാറ്റണമെങ്കിൽ അത് മാറ്റാം. വാൾപേപ്പർ എത്ര സെക്കൻഡ് കാണിക്കണം എന്നുണ്ടെങ്കിൽ അത് ആക്കാം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോട്ടോ വേണമെങ്കിൽ വെക്കാട്ടെ. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ടേക്കിൽ ഫോട്ടോ അല്ല, സോറി, ചൂസ് ഫ്രം ആൽബം. ഞാൻ അത് എടുത്ത് കാണിച്ചു തരാം. എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ അത് കാണിച്ചു തരുന്നില്ല. അത് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ തപ്പട്ടെ. ഞാനിപ്പോൾ ഒരു ഫോട്ടോൻ്റെ സെലക്ട് ചെയ്തുകൊണ്ടു. അപ്പോൾ ഞാനത് അപ്ലോഡ് കൊടുത്തു. അപ്പോൾ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിൽ കാണാൻ പറ്റിയത് നമുക്ക് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്കണക്റ്റ് ആകുന്നുണ്ട്. ഇവിടെ പടം വരുന്നുണ്ട് അപ്ലോഡിങ് ആവണതിൻ്റെ 10% ആയിട്ടുള്ളൂ. അത് ഞാൻ ആക്ച്വലി കൊടുത്ത പടം എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറയിലെടുത്ത DSLR മിറർലെസ് ക്യാമറയിലെടുത്ത പടമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്താ പറയുക ഇതുപോലെ അപ്ലോഡ് ആവാൻ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ 25, എന്നാലും വലിയ ഭയങ്കര ഹെവി ടൈം ഒന്നും എടുക്കുന്നില്ല. ഇപ്പോൾ തന്നെ 95% ആയി. റീബൂട്ടിങ് ആയതുകൊണ്ട് അപ്പോൾ ഇത് റീബൂട്ട് ആവുന്നുണ്ട്. അതിൻ്റെ താഴത്തെ ലൈറ്റ് LED ഇത് കത്തുന്നുണ്ട് കണ്ടോ. അപ്പോൾ കണ്ടോ നമുക്ക് പടം കാണുന്നുണ്ടായിരിക്കും. സ്ക്രീൻ ക്ലിയർ ആകുമോ അറിയില്ല. നമ്മുടെ പടം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്ഡേറ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞതിൽ കാണിക്കുന്നുണ്ട്. മെസ്സേജ് നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ നമുക്ക് അത് വെക്കാം. അതിൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി കൊടുത്താൽ മതി. JBL ഹെഡ്ഫോണിൻ്റെ ഇതിൻ്റെ ആപ്പിൻ്റെ പേര് JBL ഹെഡ്ഫോൺ എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ നിങ്ങൾക്ക് കൂടെ കാണാനുണ്ടോ. JBL മെസ്സേജ് പ്രിവ്യൂ, ക്വിക്ക് വേക്കപ്പ്, മെസ്സേജ് നോട്ടിഫിക്കേഷൻ, സിംഗിൾ ടാപ്പ് അടിച്ചാൽ അത് വേക്കപ്പ് ആവും. അങ്ങനത്തെ സംഭവം ഉണ്ട്. പിന്നെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫിറ്റ് ചെക്ക് ചെയ്യാനുള്ള സംഭവം ഉണ്ട്. ഞാൻ നോക്കിയൊന്നുമില്ല, വേണ്ട വെച്ചു. സ്മാർട്ട് ടോക്ക് ഫീച്ചർ ഉണ്ട് കേട്ടോ. സ്മാർട്ട് ടോക്ക്, അതുപോലെ തന്നെ പേഴ്സണൽ സൗണ്ട് ആംപ്ലിഫിക്കേഷൻ ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് നമുക്ക് എന്തായാലും ഇതിൻ്റെ ക്വാളിറ്റി സംഭവങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഓഡിയോയിലേക്ക് ഇത് ജനറലായിരുന്നു. ഇനി ഓഡിയോയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി കുറേ സംഭവം ഉണ്ട് കേട്ടോ. LDAC സപ്പോർട്ട് നമുക്ക് ഇതിൽ വരുന്നുണ്ട് കണ്ടു. LDAC സപ്പോർട്ട് അത് റീബൂട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ റീബൂട്ട് കൊടുത്തു. ഞാൻ ഇവിടെ കൊടുത്തു തന്നെ അവിടെയും റീബൂട്ട് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ കണ്ടു, ഇപ്പോൾ കാണാനില്ല, റിബൂട്ടായിട്ടുണ്ട്.
LDR നമുക്ക് ആ സപ്പോർട്ടൊക്കെ കൊടുത്താലും നമുക്ക്, പക്ഷേ ആ എന്താ പറയുക, ഇതിപ്പോൾ അതായിട്ടുണ്ട്. അഗെയിൻ ഓൾറെഡി കണക്ഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. കണക്ട് ആയിട്ടാ. ഓഡിയോയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അത് എനേബിൾ ആയിട്ടുണ്ട് കണ്ടു. അതുപോലെ തന്നെ ഇക്വലൈസർ മോഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇക്വലൈസർ നിങ്ങൾക്ക് ഇവിടെ ഓൺ ആക്കാൻ വേണമെങ്കിൽ ഇക്വലൈസർ ഇവിടെ ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇക്വലൈസർ ഇപ്പോൾ എനേബിൾ ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ബാസ്, എക്സ്ട്രീം ബാസ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ബാസ് ലവേഴ്സിനൊക്കെ നല്ലതാണ്. പിന്നെ സ്പേഷ്യൽ സൗണ്ടൊക്കെ ഉണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ LDAC ഓഫ് ആക്കണം. ഇപ്പോൾ LDAC ഞാൻ ഓഫ് ആക്കി കഴിഞ്ഞാൽ ഇത് LDAC ഓൺ ചെയ്യുമ്പോൾ എപ്പോഴും ഇത് റീബൂട്ട് ആവുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സ്പേഷ്യൽ ഓഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എനേബിൾ കൊടുക്കണമെങ്കിൽ LDAC ഓഫ് ആക്കണം. അതാണ് അവിടെ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത്. അത് റീബൂട്ടായി. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ കണക്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണക്ട് ആയി കണ്ടു. ഓഡിയോയിൽ പിന്നെ വേറെ സംഭവം എന്താ ഉള്ളത്, സ്പേഷ്യൽ ഓഡിയോ ഓണാക്കി കൊടുക്കാം. നമുക്ക് കൊടുത്തേക്കാം. ലെഫ്റ്റ് റൈറ്റ് ബാലൻസ് ഓണാക്കി കൊടുക്കാം. മാക്സിമം വോളിയം ലിമിറ്റർ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അതിൽ. ഫീച്ചേഴ്സിൻ്റെ ഒരു പൂരം എന്നൊക്കെ പറയില്ലേ, വോയിസ് അവെയർ, പ്രൈവറ്റ് കോൾ മോഡൊക്കെ ഉണ്ട് നമുക്ക്. അതായത് ഒരു ഇയർഫോൺ നമുക്ക് ചെവിയിൽ വെച്ചിട്ട് പറഞ്ഞാൽ നമുക്ക് മൈക്കായിട്ട് ഉപയോഗിക്കാം. അതായത് നമുക്കിപ്പോൾ പ്രൈവറ്റ് കോൾസ് ഒക്കെ ചെയ്യുമ്പോൾ അധികം സൗണ്ടിൽ വർത്താനം പറഞ്ഞിട്ടൊക്കെയുള്ള സംഭവമൊക്കെ നമുക്ക് ചെയ്യാം. അതേഴ്സിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ റിലാക്സ് സൗണ്ട്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ സംഭവങ്ങൾ നോക്കി നോക്കാം. എന്തായാലും ഞാൻ അതിൻ്റെ ആദ്യം തന്നെ ഫിറ്റിങ് നോക്കി നോക്കട്ടെ. ഇപ്പോൾ ബ്ലൂ കളറാണ് കണ്ടു. എന്താ കണക്റ്റഡ് കാണിക്കുന്നുണ്ട് ഓൾറെഡി, പറയുന്നുണ്ട് വെക്കുമ്പോൾ. എനിക്ക് കറക്റ്റ് ഫിറ്റ് ആകണ്ട, ഒരു ഇഷ്യൂസും ഇല്ല. ANC എനേബിൾ ആയിട്ടാ. ഫുൾ സൗണ്ട് പോയി, സൗണ്ടും ഒക്കെ പോയി. അപ്പോൾ ഞാൻ പാട്ടൊന്ന് വയ്ക്കാൻ പോകുന്നത്. എൻ്റെ ആക്ച്വലി സ്പോട്ടിഫൈ കിടക്കുന്നുണ്ട്. നമ്മൾ ആ OnePlus വാങ്ങിച്ചപ്പോൾ നമുക്കതിൽ 6 മാസം ഒരു സ്പോട്ടിഫൈ ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സ്പോട്ടിഫൈ എവിടെ അത് സ്പോട്ടിഫൈയിൽ ഞാൻ 2-3 പാട്ട് കേട്ട് നോക്കിയിട്ട് നമ്മൾ റിവ്യൂ പറയാം കേട്ടോ. അപ്പം ഞാൻ കേട്ടു കൂട്ടാ, ഒരു രക്ഷയില്ല. ബാസ് ലവേഴ്സിനെ സാധനം കണ്ണും പൂട്ടി എടുക്കാം കേട്ടോ. ഒടുക്കത്തെ ബാസ് എന്ന് പറഞ്ഞ ഒടുക്കത്തെ ബാസ്. അതുപോലെ തന്നെ ആ സ്പേഷ്യൽ മോഡൊക്കെ ഓണാക്കുമ്പോഴേ നമ്മൾ തിയേറ്ററിൽ പോയിരിക്കുന്ന ഒരു എഫക്റ്റാണ്. രക്ഷയില്ല കേട്ടോ, ഹൈ ക്വാളിറ്റി സാധനം. അപ്പോൾ അതിൻ്റെ ഇത് ഞാൻ ജസ്റ്റ് അടുത്ത് കാണിച്ചു തരാം. ഇതിൻ്റെ JBL ബ്രാൻഡിങ് ഒക്കെ ഉണ്ട്. ഇത് ബ്ലൂ കളറാണ്, ബ്ലാക്ക് കളറുണ്ട്, പിന്നെ നമുക്ക് സിൽവർ കളറുണ്ട്. നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് നമുക്ക് നോക്കിയെടുക്കാം. ഞാൻ ബ്ലാക്ക് ആദ്യം എടുക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ നമ്മുടെ നോർമൽ എല്ലാം ബ്ലാക്ക് ആണല്ലോ. പിന്നെ ആദ്യം പിന്നെ സിൽവർ എടുക്കാൻ നോക്കിയപ്പോൾ സിൽവർ ലേറ്റ് ഡെലിവറിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ തന്നെ സിൽവർ എടുത്തന്നെ ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് ബ്ലൂ ആണോ ഗ്രീൻ ആണോ രണ്ടും കൂടിയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. പക്ഷേ അത്യാവശ്യം നല്ല ലുക്ക് വരുന്ന കളറാണ് കേട്ടോ. സൗണ്ട് ഒരു രക്ഷയില്ലാട്ടാ, ഒരു രക്ഷയില്ലാത്ത സൗണ്ട്. ഞാൻ അതുപോലെ തന്നെ വോയിസ് കോളിങ്ങും നോക്കി. നമ്മുടെ പ്രൈവറ്റ് കോളിംഗ് ഫീച്ചറൊക്കെ കൊള്ളാട്ടാ. എന്താ വെച്ചാൽ ഒരെണ്ണം ചെവിയിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് മൈക്കായിട്ട് ഉപയോഗിക്കാം, ഇത് സ്പീക്കറായിട്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അത് അങ്ങനത്തെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഈ കോൾസിനെ വോയിസിനെ മോഡിഫൈ ചെയ്യുന്ന ഫീച്ചേഴ്സൊക്കെ ഇവരുടെ ആപ്പിലുണ്ട്. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത ആപ്പ് സപ്പോർട്ട് ഉണ്ടല്ലോ, ആപ്പിലത്തെ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത സാധനം നമുക്ക് പടം വരാനുണ്ടോ. ഇത് നമുക്ക് ടാപ്പ് ചെയ്താൽ നമുക്ക് തോന്നാം കൂട്ടാ. ഇതിൽ നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാൻ സംഭവങ്ങളൊക്കെ. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് നമ്മുടെ ലൈറ്റിൽ വരുന്ന കൊണ്ട് കാണുന്നതെന്ന് അറിയില്ല കണ്ടോ. ഇതിൽ നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാം, ആംബിയൻറ്റ് സൗണ്ട് ഓൺ ആക്കാം, ഓഫ് ആക്കാം, സ്പേഷ്യൽ സൗണ്ട് ഓൺ ആക്കാം, ഈക്വലൈസർ എനേബിൾ ചെയ്യാൻ മാറ്റാം, ടൈമർ വേണമെങ്കിൽ മാറ്റാം, സ്ക്രീൻ ബ്രൈറ്റ്നസ്, പിന്നെ ലോക്ക് സ്ക്രീൻ വാൾപേപ്പേഴ്സ്, വോളിയം അവയർനെസ്, ഓട്ടോ പ്ലേ പോസ് ഓൺ ആക്കണം. എനേബിൾ ചെയ്യാം. നമുക്കൊരു ചാർജിങ് ഒക്കെ കാണിക്കുന്നുണ്ട്. മുകളിൽ 63% കാണിക്കുന്നുണ്ട്. ഇയർബഡിലാകുമ്പോൾ 89-94% കാണിക്കുന്നത്. നോട്ടിഫിക്കേഷനൊക്കെ വരും കേട്ടോ. പക്ഷേ എന്താ നോട്ടിഫിക്കേഷൻ കാണിക്കില്ല, മെസ്സേജ് വന്നിട്ടുണ്ടെന്നും പറയും. അതുപോലെ തന്നെ കോൾസ് ആണെങ്കിലും കോൾസും കാണിക്കട്ടെ. അപ്പം മെസ്സേജ് കാണിക്കുന്നുണ്ട്, കോൾസ് ആരാ വിളിക്കണമെന്ന് കാണിക്കുന്നില്ല. അതാണ് ഒരു ഡൗൺഗ്രേഡ് എനിക്ക് തോന്നിയത്. പക്ഷേ ഹൈലി റെക്കമെൻഡഡ്. പ്രത്യേകിച്ച് എന്താ പറയുക, ഈ പ്രൈസ് എന്ന് പറയുമ്പോൾ ബഡ്ജറ്റ് റേഞ്ച് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കിടിലൻ എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ ഒരു 12 വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് വെച്ചാൽ നമുക്ക് ഓഫർ എടുക്കാൻ 12 നമുക്ക് കിട്ടുന്നു. അപ്പോൾ 12 റേഞ്ചിലൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എയർപോർട്ടിനൊക്കെ എടുത്ത് തട്ടി കളഞ്ഞോ. എയർപോർട്ടിൽ നിന്ന് അടുത്ത് കൂടെ പോയില്ല അതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയിലൊന്നും. അപ്പോൾ എയർപോർട്ടിന് ഒന്നാമത് ഇതിനായിട്ടൊക്കെ വില കൊടുത്തത് വേറെ കാര്യം. എൻ്റെ കയ്യിൽ 200 എയർപോർട്ട് കിട്ടിയിട്ടുണ്ട്. ആ സാധനം ഇത് 2 കൊല്ലമായിട്ടുള്ളൂ. അത് കംപ്ലൈൻ്റ് ആയി, ഒരെണ്ണം കേൾക്കുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത്. ഒന്നാമത് TWSൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരു 3 കൊല്ലം ഒക്കെ കിട്ടുള്ളൂ, 3-4 കൊല്ലം ഡിപ്പെൻസ് അപ്പോൾ ബ്രാൻഡ്. ഇതാകുമ്പോൾ നമുക്ക് 2 കൊല്ലം വാറണ്ടി ഉണ്ട്, അത് വേറെ കാര്യം. പിന്നെ അവർക്ക് അത്യാവശ്യം എല്ലാ സ്ഥലത്തും സർവീസ് സെൻ്ററും പിക്കപ്പ് സംഭവമൊക്കെ ഉണ്ട്. കുഴപ്പമില്ലാത്ത സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ കണ്ടു സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് മനസ്സിലാക്കി നമുക്കൊന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണ്. എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ്ഡാണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ ആർക്കിടെക്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സംശയങ്ങളിലേക്ക് കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ ചെയ്യുന്നതാണ്.
നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിക്കാൻ മറക്കണ്ട കേട്ടോ. അടുത്ത് കാണാം.